أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. വിശ്വാസിനി ഏകനായ സർവ്വസ്രഷ്ടാവും നിയന്താവുമായ ഭയപ്പെട്ട് അവന്റെ കൽപ്പനാ ജീവിതത്തിൽ പകർത്തി പുലർത്തി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തിന്, വിശ്വാസി സമൂഹത്തിന് മാതൃകയായി സ്വീകരിക്കുവാൻ പരിചയപ്പെടുത്തിയ രണ്ട് മഹിളാ രത്നങ്ങളും ഫറോവയുടെ പത്നിയായിരുന്ന ആസിയ ബിന്ത് മുസാഹിബ് റളിയല്ലാഹു തആല അൻഹ, മറിയം ബിന്ത് ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹ. സൂറത്ത് തഹ്രീമിന്റെ അവസാന രണ്ട് ആയത്തുകളിലൂടെ അവർ ലോകത്തിന് മാതൃകയാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടും. അതിൽ ഒരുവളായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പുത്രൻ, ഇസ്ലാമിന്റെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനനത്തിലൂടെ, തന്റെ പ്രബോധന പ്രവർത്തന സന്ദർഭങ്ങളിലുള്ള മുഅ്ജിസാത്തുകളിലൂടെ, തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ആകാശാരോഹണത്തിലൂടെ, തുടർന്ന് അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ടുള്ള ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിലൂടെ ഒട്ടനവധി അത്ഭുതങ്ങൾക്ക് വിധേയമായ ഒരു ജീവിതമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം. അള്ളാഹുവിന്റെ പ്രത്യേകമായ വ്യവസ്ഥയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ ജനിക്കപ്പെട്ട സന്ദർഭത്തിൽ ബൈത്തുൽ മുഖദ്ദസിലെ ഒരു ദാസിയായി, സേവികയായി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തപ്പെടുകയാണ്. തന്റെ ഹുജ്റയിൽ അവരിയ്ക്കുന്ന സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനത്തിന്റെ സന്തോഷ വാർത്തയുമായി കൊണ്ട് അവിടെ കടന്നു ചെല്ലുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിലൂടെ, സൂറത്ത് മറിയമിലൂടെ, രണ്ട് സൂറത്തുകളിലൂടെ വളരെ വിശാലമായി അള്ളാഹു നമ്മെ അറിയിച്ച ചരിത്രമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യം. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നു, വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യൻ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ
فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വേദഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രസ്താവന, അത് ഓർക്കണം. അവർ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിൽ ഒത്ത ഒരു പുരുഷന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു യഥാർത്ഥ മനുഷ്യ പുരുഷ സുന്ദരമായ രൂപത്തിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് ഒരു പുരുഷൻ കടന്നു വന്നാൽ അവർ പാലിക്കപ്പെടേണ്ട മര്യാദ, അദബ് എന്തായിരിക്കണം, പ്രതികരണമെന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. ഖുർആൻ പറഞ്ഞതാണ്, മാതൃകയായി സ്വീകരിക്കണം. ഇറങ്ങിപ്പോകണമെന്നാ പറഞ്ഞത്. നീ റബ്ബിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ അള്ളാഹുവോട് ഞാൻ ശരണം തേടുന്നുവെന്ന്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണം, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിയഹബ ലകി ഗുലാമൻ സകിയ്യാ ഖാലത് അന്നാ യകൂനു ലി ഗുലാം വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ്യാ. ഞാൻ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. ലിയഹബ ലകി ഗുലാമൻ, ഒരു ഗുലാമിനെ, ഒരു ആൺകുഞ്ഞിനെ സംബന്ധിച്ച് നിനക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സന്ദർഭങ്ങളിലായിക്കൊണ്ട് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മലക്കുകൾ സന്ദർശിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു മകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ മലക്കുകളുടെ ഒരു സംഘം ഹാജരായി. സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു പറയുന്നു. സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഭർത്താവില്ലാത്ത വിവാഹിതയാവാത്ത ഒരു സ്ത്രീ ശരീരത്തെ ഗർഭം ധരിപ്പിക്കുവാൻ ആവശ്യമായ നടപടിക്രമം എന്തോ ആ നടപടിക്രമം പൂർത്തിയാക്കുന്നതിനു വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു എന്നുള്ളത്. അപ്പോഴാണ് മറിയം അലൈഹിസ്സലാമിന്റെ പ്രതികരണം, എനിക്കെങ്ങനെ സന്താനം ഉണ്ടാകും? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ്യാ, നല്ല നിലക്കാവട്ടെ ചീത്ത നിലക്കാവട്ടെ ഞാനൊരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല, വിവാഹം കഴിച്ച് ഒരു ഭർത്താവ് ഒന്നിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല, ഞാനൊരു ദുർനടപ്പുകാരിയും ആയിരുന്നില്ല. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നു, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ. നിന്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ നിസ്സാരമാണ്, വളരെ ലളിതമാണ്. പപ്പയില്ലാതെ ഉമ്മയില്ലാതെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച റബ്ബ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് കേവലം ഒരു വാരിയെല്ല് മാത്രം ഉപയോഗിച്ച് ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ശരീരത്തിൽ നിന്ന് മാത്രമായിക്കൊണ്ട് ഒരു മനുഷ്യ തലമുറയിൽ ഒരു കണ്ണിയെ രൂപപ്പെടുത്തുക എന്നുള്ളത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാകുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം റബ്ബിന്റെ തീരുമാനിക്കപ്പെട്ട വിഷയമാണ്, ജനങ്ങൾക്കൊരു അടയാളമാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കേൾപ്പിക്കുന്നു. മറിയം അലൈഹിസ്സലാം ഗർഭം ധരിക്കുന്നു, പള്ളിയിൽ നിന്ന് അല്പം ദൂരേക്ക് അവർ മാറി താമസിക്കുന്നു, അവർക്ക് പ്രസവ വേദന വരുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയാണ്. താഴ്ഭാഗത്തു കൂടി റബ്ബ് അരുവിയെ ഒഴുക്കി. സീസൺ അല്ലാത്ത സന്ദർഭത്തിൽ, തല പോലുമില്ലാത്ത, ഇലകളില്ലാത്ത ഈത്തപ്പനയുടെ വെറും ഒരു ഉണങ്ങിയ ബീം, എന്ന ഖുർആൻ പറഞ്ഞത് മരത്തിന്റെ തടിക്ക്, ഒറ്റത്തടിയുടെ പീസിനാണ് ഈത്തപ്പനയുടെ ഒരു തടിയിൽ നിന്ന് ആ തടി പിടിച്ച് കുളിക്കാൻ പറയുന്നു. അതിൽ നിന്ന് ഏറ്റവും ഫ്രഷായ അപ്പോൾ വിളവെടുത്ത തരത്തിലുള്ള ഈന്തപ്പനയെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുകയും ബാക്കി റബ്ബിന്റെ ഖുദറത്തുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് ആ പ്രവർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കറാമത്ത് അവിടെ വെച്ച് വെളിവാവുകയായിരുന്നു. അവർ പ്രസവിക്കുന്നു, മകനുമായി സമൂഹത്തിലേക്ക് ചെല്ലുന്നു. ആളുകൾ പരിഹാസപൂർവ്വം ചോദിക്കുന്നു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. ഹാറൂനിന്റെ സഹോദരി, നീ എന്തേ ഇങ്ങനെ ആയി പോയത്? എന്റെ വാപ്പ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഭർത്താവില്ല, കുടുംബജീവിതം നയിച്ചിട്ടില്ല, പ്രസവിച്ചിട്ടൊരു കുട്ടിയുമായി സമൂഹ മധ്യത്തിലേക്ക് വരുമ്പോ ജനസമൂഹം ഒന്നടങ്കം പരിഹാസത്തോടു കൂടി നോക്കുക, ഉമ്മ മോശക്കാരിയായിരുന്നില്ലല്ലോ, എന്റെ വാപ്പി ഇങ്ങനെ ആയിരുന്നല്ലോ, നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? മറുപടിയില്ല. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് തിരിച്ചു പറയാൻ മറുപടിയില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം കൈ ചൂണ്ടുകയാണ്. ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്.
ചരിത്രത്തിൽ 4ഓളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിഞ്ച് ചോരപ്പൈതൽ പ്രസവിച്ച് മണിക്കൂറുകൾ അല്പ ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ സംസാരിച്ച അത്ഭുതകരമായ പ്രവർത്തനം. അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണം. തൊട്ടിലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا إني عبد الله. ഞാൻ റബ്ബിന്റെ അടിമയാണ്. മറുപടിയാണ്. ആർക്കുള്ള മറുപടിയാണ്? അത് ജൂതന്മാർക്കുള്ള മറുപടിയാണ്. മറിയം വ്യഭിചാരിണിയാണ് എന്നായിരുന്നു അവരുടെ ആരോപണം. വ്യഭിചാരത്തിലൂടെ ജനിച്ച സന്താനമല്ല ഈസ. ഈസ ദൈവമാണ്, ദൈവപുത്രനാണ്. ദൈവത്തിന്റെ 3 ആളത്വങ്ങളിൽ ഒരാളത്വമാണ് ട്രിനിറ്റിയിലെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് മുക്കൂട്ട് ദൈവസങ്കല്പത്തിലെ ഒരു അസ്തിത്വമാണ് ഈസ എന്ന വാദത്തെ ഖുർആൻ ഖണ്ഡിക്കുകയാണ്. ഈസ വ്യഭിചാരപുത്രനല്ല, ഈസ ദൈവമല്ല, ഈസ ദൈവപുത്രനല്ല, ഈസ പരിശുദ്ധാത്മാവിന്റെ വകഭേദവുമല്ല. മറിച്ച് ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, എന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വജഅലനി മുബാറകൻ, എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു എന്റെ റബ്ബ്. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ശരി. വഔസാനി, എന്നോട് എന്റെ റബ്ബ് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കരിക്കാൻ, സകാത്ത് നൽകാൻ എന്നോട് എന്റെ റബ്ബ് വസിയത്ത് ചെയ്തിട്ടുണ്ട്. തൊട്ടിലില്ല, പ്രസവിച്ച് മണിക്കൂറുകൾ പിന്നിടുന്ന സന്ദർഭത്തിലാണ് ഈസാ നബിയുടെ സംസാരം. വബറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ, എന്റെ ഉമ്മയോട് പുണ്യം പ്രവർത്തിക്കാൻ എന്റെ റബ്ബ് എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അവൻ എന്നെ നിർഭാഗ്യം കെട്ട ഒരു തെമ്മാടിയായി, പൊക്കിരിയായിട്ട് എന്റെ റബ്ബ് എന്നെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങളിലൂടെ ജീവിച്ച മഹാനായ വ്യക്തിത്വമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസയെന്ന്, ഈസ ബിനു മറിയം എന്ന്, മസീഹ് എന്ന്, റൂഹുല്ലാഹ് എന്ന്, കലിമത്തുല്ലാഹ് എന്ന് വ്യത്യസ്തങ്ങളായ നാമങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ ആ വ്യക്തിത്വത്തെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. 25ഓളം തവണ ഈസ എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഉലുൽ അസ്ം, 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും ദൃഢമനസ്കരായ, ഏറ്റവും ക്ഷമയുള്ള, ഏറ്റവും ഇസ്ബാത്തിന്റെ വിഷയത്തിൽ യഖീനുള്ള 5 പ്രവാചകന്മാർ. ആ 5 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തപ്പെട്ട പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരുപാട് മുഅ്ജിസാത്തുകൾ തന്റെ പ്രബോധിത സമൂഹത്തിന്റെ മുൻപിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഭാഗമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 110 മുതൽ 115 വരെയുള്ള 6 ആയത്തുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച വിശദീകരണമാണ്. അല്ലാഹു പറയുന്നു, ഇദ് ഖാലല്ലാഹു യാ ഈസാ ഇബ്നു മറിയം, അല്ലയോ മറിയമിന്റെ പുത്രൻ ഈസാ എന്ന് അല്ലാഹു പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഉദ്കുർ, നീ ഓർക്കണം, നിഅമതി അലൈക വഅലാ വാലിദതിക, നിനക്കും നിന്റെ ഉമ്മാക്കും ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നീ ഓർക്കണം എന്ന് അല്ലാഹു പറഞ്ഞ സന്ദർഭം. ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസിനെ കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊണ്ട്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് നിനക്ക് പിൻബലം നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു ശക്തമായ പിന്തുണ ഈസാ നബിയുടെ ജീവിതത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രസവത്തിന്റെ മുൻപ് സന്തോഷ വാർത്ത അറിയിക്കുന്നത് മുതൽ, പ്രസവവുമായി ബന്ധപ്പെട്ട സന്ദർഭം മുതൽ, അദ്ദേഹത്തിന്റെ ആകാശാരോഹണം താമസിച്ചിരുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് വാനലോകത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തിക്കൊണ്ടുപോയത് വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുള്ള വലിയ പിൻബലം, ആ പിൻബലത്തെ കുറിച്ച് നീ ഓർക്കേണ്ടതുണ്ട്. വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങൾ അല്ലാഹു എടുത്തു പറയുന്നു. ഏതൊക്കെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ സഹായിച്ചത്? തുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലാ, നീ തൊട്ടിലായിരിക്കെ, ഇനി നീ മധ്യവയസ്കനായിരിക്കെ ജനങ്ങളോട് സംസാരിക്കുന്ന സന്ദർഭം. അതെ, മധ്യവയസ്ക, ഒരു 40 വയസ്സ് പിന്നിടുന്ന സമയം. ഈസാ നബിയുടെ ആകാശാരോഹണം 33-ാമത്തെ വയസ്സ്.
ഇനി ഒരു 40 വയസ്സ് 50 വയസ്സിന്റെ ഇടയിലുള്ള ജീവിത കാലഘട്ടം മനുഷ്യർക്കിടയിലേക്ക് വരാനിരിക്കുന്നുണ്ട്. അന്ന് നീ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ പിന്തുണ ഉണ്ടായിരിക്കുന്ന ആ സന്ദർഭത്തെ കുറിച്ച് നീ ഓർക്കണമെന്നാണ്. നിനക്ക് കിതാബ് പഠിപ്പിച്ചു തന്ന സന്ദർഭം, നിനക്ക് തത്വജ്ഞാനം പഠിപ്പിച്ചു തന്ന സന്ദർഭം, തൗറാത്തും ഇഞ്ചീലും കിതാബും ഹിക്മത്തും നിനക്ക് കൈമാറിയ ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ പിന്തുണ, അതിനെക്കുറിച്ച് നീ ഓർക്കണമെന്നുള്ളതാണ്. എന്റെ അനുമതി പ്രകാരം കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കിയ ആ സന്ദർഭം, എന്നിട്ട് കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ആ രൂപത്തിലേക്ക് നീ ഊതി അത് ഒരു പക്ഷിയായി പറന്ന ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ പിന്തുണച്ച റബ്ബ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹം നീ ഓർക്കണം എന്നുള്ളതാണ്. ജന്മനാ അന്ധരായ പാണ്ഡുരോഗികളായ ആളുകൾ അവരുടെ അന്ധത നീക്കുകയും അവരുടെ പാണ്ഡുരോഗത്തെ നീ നീക്കിക്കൊടുക്കുകയും ചെയ്തു. ബിഇദ്നി, എന്റെ അനുമതി പ്രകാരം. മരണപ്പെട്ടു പോയ ആളുകളെ നീ ജീവിപ്പിച്ചു. ബിഇദ്നി, എന്റെ അനുമതി പ്രകാരം എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസാത്തുകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 111, 12, 13, 15 ആയത്തുകളിലൂടെ അല്ലാഹ് വിശദീകരിക്കുക. ഒട്ടനവധി മഹാത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു അദ്ദേഹം തന്റെ ദഅവത്തിന്റെ സ്ഥാപനത്തിനു വേണ്ടി. ആ പറയുന്ന പ്രയോഗം നടത്തിയിടത്തൊക്കെ ഖുർആൻ പറഞ്ഞു ബിഇദ്നി, എന്റെ അനുമതി പ്രകാരം. ഈസാ നബി ഒരു മഹാത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മഹാത്ഭുതം അത് അദ്ദേഹത്തിന്റെ സ്വന്തം വകയായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം റബ്ബ് നൽകിയ കഴിവ്, റബ്ബിന്റെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രകടമാക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണ് ഇത് മുഴുവൻ അദ്ദേഹം പ്രകടിപ്പിച്ചത്? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ പ്രഥമമായ വാക്യം, പ്രധാനമായ വാക്യം സൂറത്ത് മറിയമിൽ അല്ലാഹ് നമ്മെ അറിയിക്കുന്നുണ്ട്. ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുകും ഫഅബ്ദൂ ഹദാ സിറാത്തും മുസ്തഖീം. തീർച്ചയായും അല്ലാഹു എന്റെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ്. ഈ വചനം ഇന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലേ കേൾക്ക, എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ് എന്ന വചനം ബൈബിൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന് ഇഞ്ചീലിൽ നൽകപ്പെട്ട വചനമാണ്. എന്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാകുന്നു. ഫഅബ്ദൂ, നിങ്ങൾ അവനെ ആരാധിക്കണം. ഹദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ പാത, ഇതാണ് സ്ട്രൈറ്റ് റൂട്ട്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കലിമത്ത് തൗഹീദിന്റെ വാചകമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞത്. പക്ഷെ ഇത് പറയുന്ന സന്ദർഭം എല്ലാ കാലഘട്ടങ്ങളിലും ഒരു പ്രവാചകൻ കടന്നു വരികയും ആ പ്രവാചകൻ തൗഹീദ് പഠിപ്പിക്കുകയും തൗഹീദിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോവുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് പുതിയ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാവുക. തന്റെ മുൻകഴിഞ്ഞു പോയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗറാത്ത്, ആ തൗറാത്തിന്റെ പ്രചാരകനായിരുന്ന സക്കരിയ നബിയും യഹ്യാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പഠിപ്പിച്ച തത്വങ്ങളിൽ നിന്ന് വഴിപിഴച്ചു പോയ ജൂതലോബിയായിരുന്നു അന്നത്തെ റോം ഭരിച്ചിരുന്നത്. എന്തായിരുന്നു തീരുമാനം? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തലനെടുകെ ഈർച്ചവാള് കൊണ്ട് പിളർത്തി വധിച്ചതുപോലെ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തലനെടുകെ ഛേദിച്ചുകൊണ്ട് വധിച്ചതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിക്കുവാനുള്ള തീരുമാനമുണ്ടാകുന്നു. അന്ന് റോം ഭരിച്ചിരുന്ന ഹെറോഡ് രാജാവ് ഉത്തരവിടുകയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന പ്രദേശത്തിന്റെ സൈനികമായ ഉത്തരവാദിത്തമുണ്ടായിരുന്ന പിലാത്തോസിന്റെ പടയാളികൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രൂശീകരിക്കുന്നതിന് വേണ്ടി പിടിച്ചുകൊണ്ടുപോകാൻ തീരുമാനമെടുക്കുന്നു. അവർ ഒരു വ്യക്തിയെ പിടിക്കുന്നു, അവർ ക്രൂശിലേറ്റുന്നു, കൊന്നുകളയുന്നു. അവര് വിശ്വസിച്ചു, അവർ പ്രചരിപ്പിച്ചു ഈസയെ ക്രൂശീകരണം നടത്തിയെന്ന്. പക്ഷേ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 157, 158 ആയത്തുകളിലൂടെ അല്ലാഹ് പറയുന്നു വഖൗലിഹിം, അവരുടെ വാക്ക് നിമിത്തം, അവർ പറഞ്ഞ ഒരു വാചക നിമിത്തം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ മറിയമിന്റെ പുത്രൻ ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് മുഖേന അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, അദ്ദേഹത്തെ അവർ ക്രൂശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവരെ സംശയത്തിലായി പോയി, അവർക്ക് ആള് മാറിപ്പോയി. ആ സമയത്ത്
ഈസാ നബിയെ പിടിക്കുവാനുള്ള പടയാളികളുടെ വരവിന്റെ നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് മേൽക്കൂരയിലൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മുഖസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവിടെ ക്രൂശീകരണം നടന്നിട്ടുണ്ട്, പിടിച്ചുകൊണ്ടുപോകൽ നടന്നിട്ടുണ്ട്, കൊലപാതകം നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നില്ല. അള്ളാഹ് തുടർന്നുകൊണ്ട് പറയുകയാണ്, വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായ ആളുകൾ ലഫീ ശഖ്ഖിൻ മിൻഹു, അവരിപ്പോഴും ശഖ്ഖിൽ തന്നെയാണ്. ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്രൂശീകരണം അതൊരു യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പ്രബലമായ 4 ബൈബിൾ പുസ്തകങ്ങൾ, ആ 4 ബൈബിൾ പുസ്തകങ്ങളും ഈസാ നബിയെ പിടിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ ക്രൂശീകരണം വരെ വിശദീകരിക്കുന്ന രംഗങ്ങൾ, ആ രംഗങ്ങൾ 4 ബൈബിളുകളും നമ്മുടെ മുൻപിലേക്ക് നിവർത്തി വെക്കുന്ന ചരിത്ര കഥനം എന്ന് പറയുന്നത് 4 തരത്തിലുള്ളതാണ്. ഒരു സംഭവത്തിന് സാക്ഷികളായ 2 ആളുകൾ 2 അഭിപ്രായം പറഞ്ഞാൽ ആ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ല എന്ന് കോടതിക്ക് സംശയമുണ്ടാകും. ഒരു കൊലപാതകത്തിന്റെ വിചാരണ നടക്കുമ്പോ ഒരു വ്യക്തി മുന്നിൽ നിന്നിട്ട് പറയാ, പിറകിൽ നിന്ന് വടികൊണ്ട് പെരടിക്ക് അടിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. വേറെ ആൾ പറയാം, ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പിൽ നിന്ന് നെഞ്ചിലേക്ക് തോക്ക് വെടിയുതിർത്തിട്ടാണ് മരിച്ചതെന്ന് ജഡ്ജിയോട് പറഞ്ഞാൽ ജഡ്ജി ആ കേസോട് തള്ളിക്കളയുന്ന അവസ്ഥയാണ് ഇന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ലോകത്ത് നിലനിൽക്കുന്നത്. 4 സാക്ഷികൾ എന്ന് പറയപ്പെടുന്ന 4 ബൈബിൾ പുസ്തകങ്ങളും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹ് പറയുന്നു, വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശഖ്ഖിൻ മിൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ ശഖ്ഖിൽ തന്നെയാണുള്ളത്. മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅ ളന്നിനെ ഇത്തിബാ ചെയ്യുക എന്നല്ലാതെ, ഊഹത്തെ പിന്തുടരുക എന്നല്ലാതെ അവരുടെ അടുക്കൽ ഒരു ഇൽമുമില്ല. അതിനെ സംബന്ധിച്ച് വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. തൊട്ടടുത്ത ആയത്തിൽ സൂറത്ത് നിസാഇന്റെ 158-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയാണ്. അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിരിച്ചുള്ള ഇറങ്ങി വരവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു സുഹ്റഫിന്റെ 61-ാമത്തെ ആയത്തിൽ സൂചന നൽകുന്നുണ്ട്. വഇന്നഹു ലഇൽമുസ്സാഅ, അദ്ദേഹം അന്ത്യനാളിന്റെ അടയാളങ്ങൾപ്പെട്ട അറിവിൽപ്പെട്ട ഒരു അറിവാകുന്നു. ഫലാ തംതറുന്ന ബിഹാ, അതിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാകാൻ പാടില്ല. എന്താണ് സൂറത്തു സുഹ്റഫിന്റെ 61-ാമത്തെ ആയത്തിൽ വഇന്നഹു ലഇൽമുസ്സാഅ, അന്ത്യനാളിന്റെ അറിവിൽപ്പെട്ട ഒരു അറിവാണ്, അടയാളമാണ് എന്ന് സൂറത്തു സുഹ്റഫിൽ അല്ലാഹ് പറഞ്ഞത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന് നൽകുന്ന വ്യാഖ്യാനം, വിശദീകരണം, വഇന്നഹു ലഇൽമുസ്സാഅതി ഖാല ഇബ്നു അബ്ബാസ് ഖുറൂജു ഈസ ഇബ്നു മറിയം, അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുറപ്പാടാണ്, അദ്ദേഹത്തിന്റെ ഇറങ്ങി വരലാണ് എന്ന് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രമുഖനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ലയൂശികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ വഅദ്ലാ, ഈസ ഇബ്നു മറിയം നീതിമാനായ, ഹകമൻ വഅദ്ലാ, നീതിമാനായ ഭരണാധികാരിയായിക്കൊണ്ട് ഈസ ഇറങ്ങുവാൻ സമയമെടുത്തിരിക്കുന്നുവെന്ന്. അന്ത്യനാളിന്റെ 10 അലാമത്ത്, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന 10 തുടർച്ചയായ അടയാളങ്ങൾ. ഒരു മാല, ആ മാലയുടെ നൂല് പൊട്ടിച്ച് അതിങ്ങനെ നിവർത്തി വെച്ചാൽ അതിൽ നിന്ന് ഓരോ അതിന്റെ മുത്തുകൾ, ഓരോ മണികൾ ഉതിർന്നു വീഴുന്നത് പോലെ ഒന്നിനു തുടരെയായി മറ്റൊന്ന് സംഭവിക്കുന്ന 10 അടയാളം. ദജ്ജാലിന്റെ പുറപ്പാട്, അതുപോലെ ദാബത്തുൽ അർള് പോലെയുള്ള 10 കാര്യം, അതിൽപ്പെട്ട ഒന്നാകുന്നു ഈസാ നബി അലൈഹിസ്സലാം. ഇത് റസൂലുള്ളാഹി സമയമെടുത്തു എന്ന് പറഞ്ഞ 1500 കൊല്ലം മുമ്പ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിലേക്കുള്ള സാമീപ്യം, ജനങ്ങൾക്ക് അവരുടെ വിചാരണ സമീപസ്ഥമായിരിക്കുന്നു. ജനങ്ങളൊക്കെ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചോ വരാനിരിക്കുന്ന ഹിസാബിനെ സംബന്ധിച്ചോ ബോധമില്ലാത്ത ജീവിതമാണ് ജനങ്ങൾ നയിക്കുന്നത്. റസൂലുള്ളാഹി പറയുന്നു, അദ്ദേഹം കുരിശിനെ ഉടച്ചു കളയും.
വയഖ്തുലുൽ ഖിൻസീർ, പന്നിയെ വധിച്ചു കളയും. വയളഉൽ ജിസിയ, ജിസിയ നിർത്തലാക്കപ്പെടുന്നു. വയഫീലുൽ മാൽ ഹത്താ ലാ യഖ്ബലുഹു അഹദ, ഒരാളും സ്വീകരിക്കാനില്ലാത്ത വിധം ധനത്തിന്റെ ആധിക്യം. അന്ത്യനാളിന്റെ അടയാളമായി ഈസാ നബി വരുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. അദ്ദേഹം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തെ കാണുന്ന ക്രൈസ്തവ സമൂഹം അദ്ദേഹം ക്രൂശീകരിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ പിന്മാറും. പിന്നീട് ക്രൈസ്തവത ക്രിസ്ത്യാനിറ്റി ലോകത്ത് ഇല്ലാതെയായി തീരും. അതാണ് അദ്ദേഹം കുരിശിനെ ഉടച്ചു കളയുമെന്ന്. പിന്നീട് യുദ്ധം ഉണ്ടാവുകയില്ല. യുദ്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ അമുസ്ലിങ്ങൾ ജീവിക്കുമ്പോഴാണ് ജിസിയ ഉണ്ടാവുക. ആ ജിസിയ യുദ്ധമില്ലാതിരിക്കുന്ന ജിസിയ നിർത്തലാക്കപ്പെടുന്ന ഒരു കാലഘട്ടം, സമ്പത്തിന്റെ ആധിക്യമുണ്ടാകുന്ന കാലഘട്ടം, സ്വീകരിക്കാൻ പോലും ആളില്ലാത്തൊരു കാലഘട്ടത്തിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവുണ്ടാവുക എന്നുള്ളതാണ്. ഈ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ ചില ഏടുകളാണ് നിങ്ങളുടെ മുൻപിലേക്ക് തുറന്നു വെച്ചത്. ഈസാ നബിയെ സംബന്ധിച്ച് എല്ലാ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ അനുയായികൾക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവുകൾ അത് ഈസാ നബിയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈസാ നബിയെ ദൈവത്തിന്റെ സ്ഥാനത്തേക്കും ദൈവപുത്രന്റെ സ്ഥാനത്തേക്കും ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്നിടത്തൊക്കെ അതിഗൗരവകരമായ ചില വാദങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായി. അത് ക്രിസ്ത്യാനിറ്റിയായി മറ്റൊരു മതമായി രൂപപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ അവസാന ഭാഗത്ത് 88 മുതൽ 90-91 ആയത്ത് വരെയുള്ള 5-6 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നു, അവര് പറഞ്ഞു, ക്രൈസ്തവ ലോകം പറഞ്ഞു, ഇത്തഖദർ റഹ്മാനു വലദാ, റഹ്മാൻ പരമകാരുണികനായ റബ്ബ്. സൂറത്ത് മറിയമിന് സൂറത്ത് റഹ്മ എന്നൊരു പേര്. റഹ്മാൻ എന്ന് 15-16 തവണ ഖുർആനകത്ത് അള്ളാഹ് എന്ന് പറയുന്നതിന് പകരം റഹ്മാൻ എന്ന് പ്രയോഗിച്ചു. അതിന് ചില കാരണങ്ങളുണ്ട്. ആ റഹ്മാനിന് ഒരു സന്താനമുണ്ടെന്ന് അവർ പറഞ്ഞു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവർ കൊണ്ടുവന്ന വർത്തമാനം വളരെ ഗൗരവമുള്ളതാണ്. തകാദു സമാവാത് യതഫദ്ദർന മിൻഹു വതൻശഖുൽ അർദ് വതഖറുൽ ജിബാലു ഹദ്ദാ, ആകാശം വിണ്ടുകീറാൻ മാത്രം, ഭൂമി പിളരാൻ മാത്രം, പർവ്വതങ്ങൾ തകരാൻ മാത്രമുള്ള ഗൗരവമുള്ള ഒരു വർത്തമാനമാണ് അവർ പറഞ്ഞത്. റഹ്മാൻ ഒരു സന്താനമുണ്ട് എന്നവർ പറഞ്ഞു എന്നുള്ളത്. വളരെ മാന്യായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയലോക്കത്തുള്ള ഒരു സ്ത്രീ, കല്യാണം കഴിയാത്തൊരു പെണ്ണ്, അവള് ഗർഭം ധരിച്ച് അവളങ്ങ് പ്രസവിച്ച് വാപ്പ ഇന്ന ആളാണ് എന്ന് ഇപ്പുറത്തുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞാലുണ്ടാകാവുന്ന ആ വിഷയത്തിന്റെ ഗൗരവത്തിൽ സമൂഹത്തിൽ പരസ്യമായി നിക്കാഹ് നടക്കാത്ത സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിച്ച് കുട്ടിയുടെ പിതൃത്വത്തെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ആരോപിച്ചാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിലേക്ക് പുത്രവാദം, ദൈവത്തിന്റെ പുത്രവാദം ആരോപിക്കുന്ന കടുത്ത പ്രയോഗമാണ്. ആകാശഭൂമികളെല്ലാം താറുമാറാകാൻ മാത്രമുള്ള ഒരു ഗൗരവമുള്ള വിഷയമാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ ഒരു വാദം പറയുന്ന ആളുകൾ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകളാണ്. അല്ലാഹു സൂറത്ത് തൗബയുടെ 30-ാമത്തെ ആയത്തിൽ പറയുന്നു, ഖാലത്തുൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ പ്രവാചകൻ മകനാണ് എന്ന് യഹൂദന്മാർ, ജൂതന്മാര് പറഞ്ഞു. വഖാലത്തിൻ നസാറ, നസാറാക്കൾ പറഞ്ഞു, അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് ഈസാ ഇബ്നു മറിയം അല്ലാഹുവിന്റെ പുത്രനാകുന്നു, ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് ജൂതന്മാരും ക്രൈസ്തവരും പറഞ്ഞു. ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അത് മുഴുവൻ അവരുടെ വായ കൊണ്ട് പറഞ്ഞൊരു വാക്ക് മാത്രമാകുന്നു. യുളാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബൽ, മുൻകഴിഞ്ഞു പോയ കാഫിറുകളായ ആളുകൾ അവർ പറഞ്ഞ വാക്കുകളെ ഇവർ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു തെളിവും ഒരു പ്രമാണവും ഒരു സുൽത്താൻ ഒരു ന്യായപ്രമാണവും അവരുടെ കൈവശമില്ല. വെറുതെ വായ കൊണ്ട് പറയുന്ന ചില വർത്തമാനങ്ങൾ മാത്രമാകുന്നു. സഹോദരന്മാരെ, ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനദിനമാണ് ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് എന്ന പേരിൽ ആഘോഷിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ദൈവത്വം ആരോപിച്ച് അദ്ദേഹത്തെ ആരാധിക്കുവാൻ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ദൈവത്തിന്റെ ജനനദിനവും മരണദിനവും മറ്റു ദിനങ്ങളുമൊക്കെ ആചരിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള ശക്തമായ ഒരു തിരിച്ചറിവും ബോധവും ഒക്കെ ഉണ്ടാവേണ്ടതാണ്.
എല്ലാറ്റിൻ്റെയും കൂടെ കൂടികളാകുന്ന ഒരവസ്ഥ ഈ ഉമ്മത്തിൻ്റെ മക്കൾക്ക് ഉണ്ടായിത്തീരാൻ പാടുള്ളത്. നമ്മൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തെ പഠിക്കുകയും ആ ജീവിതത്തിന്റെ സന്ദേശത്തെ പഠിക്കുകയും സമൂഹത്തിന് അദ്ദേഹം കൈമാറിയ സുവിശേഷങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച അള്ളാഹുവിന്റെ ഇടപെടലുകൾ, ആ ഇടപെടലുകൾക്ക് കാരണമായ സാഹചര്യങ്ങൾ, റബ്ബിന്റെ ഖുദ്റത്തിനെയും നുസ്റത്തിനെയും റബ്ബിന്റെ കഴിവുകളെയും അളമത്തിനെയും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അദ്ദേഹം സഹിച്ചിട്ടുണ്ട്, അദ്ദേഹം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മ മാനഹാനി നേരിട്ടിട്ടുണ്ട്. എല്ലാം ദീനിന്റെ പേരിലായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ പഠിക്കുക, ആ ജീവിതത്തിലുള്ള സന്ദേശത്തെ പഠിക്കുക, ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. الحمدلله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضاه والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരി സഹോദരന്മാർ, അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഭൗതികമായ നമ്മുടെ സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏത് ആഘോഷങ്ങളെയും അനുകരിക്കുന്ന ഒരു സ്വഭാവമാണ്. മതത്തിന്റെ പിന്തുണയോ മതത്തിന്റെ അംഗീകാരമോ പ്രമാണമോ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, സമൂഹത്തിൽ കാണുന്ന ഏതൊരുവിധ ആഘോഷങ്ങളുടെയും അനുകരണ മനോഭാവം വെച്ചു പുലർത്തുന്നതാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആശംസ കാർഡുകളും അതൊക്കെ പരസ്പരം കൈമാറുക, ആശംസ വായകൊണ്ട് പറയുക, സ്റ്റാർ, അതിലെ ചരിത്രത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. യാഥാർത്ഥ്യങ്ങളുമായൊന്നും യാതൊരു ബന്ധവുമില്ല. ഈസാ നബിയെ ജനിച്ച സമയത്ത് ആകാശത്ത് കണ്ട നക്ഷത്രവുമായി ബന്ധപ്പെട്ട ചരിത്രം, അദ്ദേഹത്തിന്റെ ജനന സമയം വിശദീകരിക്കുന്ന ബൈബിൾ വാചകങ്ങളിൽ നിന്നൊന്നും ആകാശത്ത് നക്ഷത്രങ്ങൾ വെളിവാകുന്ന സന്ദർഭമായിരുന്നില്ല അത് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ശാസ്ത്രീയപരമായ അവലോകനങ്ങൾ നമ്മെ ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. പക്ഷെ നമ്മളൊക്കെ അനുകരണ മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അന്നേ ദിവസം പ്രത്യേകമായി കേക്ക് മുറിക്കുക, ഭക്ഷണം കഴിക്കുക. ഏറെ ദുഃഖമുണ്ട്. പള്ളികൾ വരെ ക്രിസ്മസ് ആഘോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി റബ്ബിന്റെ തൃപ്തിയെ അവഗണിച്ച് സമൂഹത്തിന്റെ തൃപ്തിയെ സ്വീകരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ എന്താണ് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കാത്ത ആളുകൾ. വിശുദ്ധ ഖുർആനിന്റെ 1/3 പരിചയപ്പെടുത്തിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. വിശുദ്ധ ഖുർആനെ 3 പണ്ഡിതന്മാർ വേർപ്പെടുത്തിയിട്ട് അതിന്റെ ആശയങ്ങൾ കൊണ്ട് 3 അള്ളാഹുവിന്റെ ഏകത്വത്തെ, വഹ്ദാനിയത്തിനെ ബോധ്യപ്പെടുത്തുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് ഇസ്ലാമിന്റെ മർമ്മമാണ്. അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട സിഫത്തുകൾപ്പെട്ടതാ. അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവനെ ആരും ജനിപ്പിച്ചിട്ടില്ല. അല്ലാഹ് ആരുടെയും വാപ്പല്ല, അല്ലാഹ് ആരുടെയും മോനുമല്ല. ഈ തത്വം ഇസ്ലാമിന്റെ മർമ്മമാണ്. വിശുദ്ധ ഖുർആനിന്റെ 1/3 ആശയമാണ്. അതിന്റെ പ്രചാരണ കേന്ദ്രമാകേണ്ട പള്ളികൾ വരെ ക്രിസ്മസ് ആഘോഷത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു. അവിടെ വെച്ച് കേക്ക് മുറിക്കപ്പെടുന്നു, ആശംസകൾ കൈമാറുന്നു. എന്തോ ഞങ്ങൾ വലിയ മഹത്തായ കാര്യമാണ് ചെയ്തത് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ, അതിന് നേതൃത്വം നൽകുന്ന സംഘടനാ സംവിധാനങ്ങൾ, അതിന് പ്രചാരണം നൽകുന്ന മീഡിയ മാധ്യമങ്ങളൊക്കെ ഒറ്റ വാക്യം പറയാനുള്ളൂ: ഇസ്ലാം പഠിക്കുക, ഇസ്ലാമിനെ ഉൾക്കൊള്ളുക, ദീനിന്റെ പ്രമാണങ്ങൾ പഠിക്കുക, ആ പ്രമാണങ്ങളെ പിന്തുടരുക, ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, പെരുമാറ്റങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട്ടുനിൽക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മഹാനായ ശൈഖ് ഉസൈമീൻ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു: വകദാലിക യഹ്റുമു അലൽ മുസ്ലിമീൻ അത്തശബ്ബഹു ബിൽ കുഫാരി ബിഇഖാമത്തിൽ ഹഫലാത്ത് ബിഹാദിഹിൽ മുനാസിബാത്ത്. അന്യമത ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാദൃശ്യപ്പെടൽ, അവരോട് യോജിച്ചുള്ള പ്രവർത്തനം മുസ്ലിംകൾക്ക് അനുവദനീയമല്ല.
അത്തരം ആഘോഷങ്ങൾ കൊണ്ടാടുകയോ പരസ്പരം ഹദിയകൾ കൈമാറുകയോ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയോ ചെയ്യുന്നത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ, ഏതെങ്കിലും ഒരു സമൂഹത്തോട് ആരെങ്കിലും സദൃശ്യവൽക്കരിച്ചാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവൻ. ചില ആളുകൾ ന്യായീകരിക്കും, വിശ്വാസമൊന്നുമില്ല, ഈസാ നബി അള്ളാന്റെ നബി തന്നെയാണ്, എന്താ ഇപ്പൊ ഭക്ഷണം കഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണങ്ങൾ നടത്തുന്ന ആളുകളെയും ഈ ഉമ്മത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ച തത്വശാസ്ത്രത്തിന്റെ മർമ്മമറിയാതെ പോയ ആളുകളുടെ പ്രതികരണങ്ങൾ. ഒരാൾക്ക് വിശ്വാസം വേണമെന്നില്ല, ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം ഹറാമായി തീരും. തന്റെ വിശ്വാസമൊക്കെ ശരിയാണ്, മദ്യപിക്കാൻ പാടില്ല എന്ന് ഒരാൾ വിശ്വസിക്കും, എന്നിട്ട് ബിസ്മിയൊക്കെ ചൊല്ലി ഗ്ലാസൊക്കെ നല്ല വൃത്തിയാക്കി വലത്തെ കൈകൊണ്ട് കള്ളുടിച്ചു കഴിഞ്ഞാൽ അത് ഹലാലായി തീരും. മതം ഹറാമാക്കിയ പ്രവർത്തനത്തെ മതം പ്രമാണം കൊണ്ട് അനുവദനീയമാക്കാത്ത, പ്രത്യേകിച്ച് സൂറത്ത് മറിയമിലൂടെ പ്രപഞ്ചത്തിന് താറുമാറുണ്ടാകാൻ മാത്രമുള്ള ഗൗരവമുള്ള വിഷയമായി കൊണ്ട് മതം പരിചയപ്പെടുത്തിയ ഒരു അന്യമത ആചാരത്തെ സദൃശവൽക്കരിക്കുന്നു, ന്യായം പറയുന്നു. ന്യായം കൊണ്ടൊന്നും ആഖിറത്തിൽ രക്ഷപ്പെടൂല, ഇവിടുന്ന് ഒരു കഷ്ണം കേൾക്കില്ലെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നമ്മുടെ അയൽവക്കത്ത് ഒരു ക്രൈസ്തവ സഹോദരൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനുമായി എല്ലാ നിലക്കുമുള്ള മാനുഷികമായ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കും. അവൻ ദരിദ്രനാണെങ്കിൽ നിങ്ങൾ അവന് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ അവന് സ്വതക്ക കൊടുക്കണം. നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് സമ്പത്തിന്റെ ആകെയുള്ള മൂല്യത്തിന്റെ 1/3 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂതനോ ക്രൈസ്തവനോ കാഫിറിനോ വസിയത്ത് ചെയ്യാവുന്നതാണ്. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. മുസ്ലിമിനെ വസിയത്ത് കൊടുക്കാൻ പാടുന്ന ഇസ്ലാമിന്റെ നിയമം. നിങ്ങൾക്ക് വഖഫ് ചെയ്യാവുന്നതാണ്. 5 മുറി പീടിയുണ്ട് അങ്ങാടിയിൽ, മരിച്ചു പോകുമ്പോ റെക്കോർഡ് ഉണ്ടാക്കി വെക്കുക. ഒരു മുറി കടയിൽ നിന്ന് കിട്ടുന്ന വാടക അയൽവക്കത്ത് ഏറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബം അവന്റെ മക്കളുടെ പഠനത്തിനും അവരുടെ ഭക്ഷണത്തിനും അവരുടെ ചികിത്സക്കും ആവശ്യമുള്ളതാണ്. ബാക്കി 4 റൂമിന്റെ വാടക മക്കൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വഖഫ് ചെയ്യപ്പെട്ടാൽ ഇസ്ലാം അത് അനുവദിച്ചതാണ്. മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യങ്ങൾ മുഴുവൻ സഹകരണങ്ങളും ഇസ്ലാം അംഗീകരിക്കുന്നു. മതങ്ങളുടെ ആചാരങ്ങളെ പരസ്പരം കൊള്ളലും കൊടുക്കലും ഇസ്ലാം ഒരിക്കലും യോജിക്കുന്നില്ല. അതുകൊണ്ട് മുമ്പിലേക്ക് വരാൻ പോകുന്നു ക്രിസ്തുമസിന്റെ ദിവസം. മുസ്ലിങ്ങളെ, യാ അയ്യുഹൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങളായി ജീവിക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകുമാറാവട്ടെ. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖിനെ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.